ഹോം സ്റ്റേകളെ കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട് എങ്കിലും പലരും ആവർത്തിച്ച് ചോദിക്കാറുള്ളതാണ് എങ്ങനെയാണ് ഒരു ഹോം സ്റ്റേ തുടങ്ങേണ്ടത്, ഒരു ഹോം സ്റ്റേ തുടങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. തീർച്ചയായും ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഒരു നല്ല ആശയമാണ്, ഒരു നല്ല സംരംഭകത്വമാണ്. അതിലേക്ക് കടന്നു വരുന്നവർക്ക് മാനസികമായി വളരെയധികം ഉന്മേഷം നൽകുന്ന ഒരു കാര്യം കൂടി, പ്രത്യേകിച്ചും ഒരു റിട്ടയർമെന്റ് ജീവിതമൊക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഹോം സ്റ്റേ എന്ന് പറയുന്നത്. ഹോം സ്റ്റേ എവിടെ തുടങ്ങണം എന്ന് പലരും ചോദിക്കാറുണ്ട്. എൻ്റെ വീടൊരു ഗ്രാമപ്രദേശത്താണ്. അവിടെ ഒരു ഹോം സ്റ്റേ നടത്തുന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ, എനിക്ക് ഗസ്റ്റിനെ കിട്ടുമോ? തീർച്ചയായും കിട്ടും. ഹോം സ്റ്റേ നമുക്ക് തുടങ്ങിയാൽ കൂടുതൽ പ്രയോജനപ്രദമാകുന്നത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളോട് ചേർന്ന് തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മുടെ വീട് വാഗമണിലോ അല്ലെങ്കിൽ വാഗമണിന്റെ അടുത്തോ അല്ലെങ്കിൽ മൂന്നാറിനടുത്തോ മൂന്നാറിലോ വയനാട്ടിലോ ഒക്കെ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു കായലിന്റെ തീരത്തോ കടലിന്റെ തീരത്തോ ഒരു നദിയുടെ തീരത്തോ ഒക്കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ടൂറിസം പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഗസ്റ്റിനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. മറിച്ച് നമ്മൾ ഒരു ഹോം സ്റ്റേ തുടങ്ങുന്നത് ഒരു ഗ്രാമപ്രദേശത്താണെങ്കിൽ അവിടെ നമുക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കാൻ കഴിയണം. നമ്മളതിനെ അനുഭവവേദി ടൂറിസം എന്ന് ടൂറിസത്തെ വിളിക്കും, എക്സ്പീരിയൻഷ്യൽ ടൂറിസം. അവിടെ നമുക്ക് ഗ്രാമീണ കാഴ്ചകൾ അവർക്ക് കൊടുക്കാൻ പറ്റുമോ? പണ്ട് മൺമറഞ്ഞുപോയ ചില പ്രവൃത്തികൾ ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ വസ്തുക്കൾ ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ കലപ്പ അല്ലെങ്കിൽ നിലമുഴുന്നത്, അതുമായിട്ട് കൃഷി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ ഭക്ഷണ തയ്യാറാക്കുന്ന രീതികൾ, നെല്ല് കുത്തുന്നത്, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കാൻ കഴിയുമെങ്കിൽ, അനുഭവങ്ങൾ സമ്മാനിക്കാൻ കഴിയുമെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഗ്രാമപ്രദേശത്ത് തുടങ്ങുന്ന ഒരു ഹോം സ്റ്റേ നമുക്ക് വിജയകരമാക്കാൻ പറ്റും. പക്ഷെ ദൗർഭാഗ്യവശാൽ നമുക്കൊന്നും തന്നെ മാർക്കറ്റിങ്ങിന്റെ വഴികൾ അറിയില്ല എന്നതുകൊണ്ടാണ് ഹോം സ്റ്റേ നടത്തുമ്പോൾ പലരും പരാജയപ്പെടുന്നത്. വേറൊരു വലിയ സങ്കടകരമായ വസ്തുത എന്തെന്നാൽ, ഹോം സ്റ്റേക്ക് അപ്രൂവൽ അഥവാ അംഗീകാരം കൊടുക്കുന്നത് സാധാരണഗതിയിൽ ടൂറിസം വകുപ്പാണെങ്കിലും മാർക്കറ്റിംഗിന് ടൂറിസം വകുപ്പ് യാതൊരു സഹായവും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ആ സ്ഥിതി മാറേണ്ടിയിരിക്കുന്നു. പുതിയതായിട്ട് വരുന്ന സർക്കാരെങ്കിലും ടൂറിസം രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഹോം സ്റ്റേ നടത്തുന്ന ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ മാർക്കറ്റിംഗ് എന്നുള്ള വളരെ പ്രധാനമാണ്. നമ്മുടെയൊക്കെ ധാരണ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്യാവുന്നതാണ്. വെബ്സൈറ്റ് ഒന്നും മാത്രം പോരാ. നമുക്ക് രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ലക്ഷക്കണക്കിന് വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ ഒരാൾ നോക്കേണ്ടത്? അപ്പോൾ അവിടെ നമുക്ക് വേറെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതില് രാജ്യത്തിനകത്തുള്ള അല്ലെങ്കിൽ കേരളത്തിനകത്തുള്ള ടൂർ ഓപ്പറേറ്റർമാരായിട്ടോ ബന്ധപ്പെടുക, അവരെ ഇമെയിൽ വഴി ബന്ധപ്പെടാം, ഫോണിൽ വിളിക്കാം, നമ്മുടെ ബ്രോഷറുകളും അല്ലെങ്കിൽ നമ്മുടെ വിവരങ്ങൾ അവർക്ക് ഇമെയിലായിട്ട് അയച്ചു കൊടുക്കാം, പല കാര്യങ്ങളും ചെയ്യാം. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴിയുള്ള പ്രൊമോഷൻ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹോം സ്റ്റേക്ക് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഉദാഹരണത്തിന് നമ്മുടെ ഹോം സ്റ്റേയിൽ താമസിക്കുന്ന ഗസ്റ്റുകളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ആയിട്ട് എടുക്കുക, ചെറിയ ചെറിയ വീഡിയോകൾ അങ്ങനെ നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ടിരിക്കുക. അതുപോലുള്ള നമ്മുടെ ഹോം സ്റ്റേയിൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന്റെ വീഡിയോ അല്ലെങ്കിൽ തയ്യാറാക്കുന്ന വിധം, തയ്യാറാക്കുമ്പോൾ നമ്മൾ അവിടെ വരുന്ന ഗസ്റ്റിനെ അതിൽ ഉൾക്കൊള്ളിക്കുന്ന കാഴ്ചകൾ, ഇതൊക്കെ ആൾക്കാർക്ക് വളരെയധികം സംതൃപ്തിയും താല്പര്യവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പലവിധ മാർഗങ്ങളിലൂടെ വേണം നമ്മൾ ഹോം സ്റ്റേ മാർക്കറ്റ് ചെയ്യാൻ. അതുപോലെ തന്നെ പല പോർട്ടലുകളിൽ, ഓൺലൈൻ ട്രാവൽ ഏജൻസികളിലും പോർട്ടലുകളിലും ഒക്കെ നമ്മൾ നമ്മുടെ ഹോം സ്റ്റേ രജിസ്റ്റർ ചെയ്യാൻ, പ്രധാനമായിട്ട് Airbnb അല്ലെങ്കിൽ മേക്ക് മൈ ട്രിപ്പ്, Booking.com തുടങ്ങിയ ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം തന്നെ നമ്മുടെ ഹോം സ്റ്റേ വേണ്ട വിധം ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. വേണ്ട വിധം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശദാംശങ്ങളെല്ലാം നമ്മൾ കൊടുത്തിരിക്കണം, നമ്മൾ ഓഫർ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. അത് നമുക്കറിയില്ലെങ്കിൽ അറിയാവുന്ന ആളിനെ കണ്ടുപിടിച്ച് അത്തരം ഏജൻസികൾ വഴിയോ അത്തരം അറിയാവുന്ന വ്യക്തികൾ വഴിയോ നമ്മൾ ഇതൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ ഹോം സ്റ്റേ എന്നത് വിജയകരമാവുകയുള്ളൂ. ഇനി ആർക്കാണ് ഒരു ഹോം സ്റ്റേ തുടങ്ങാൻ കേരളത്തിൽ കഴിയാന്ന് ചോദിച്ചാൽ, നമ്മുടെ കുടുംബത്തോടൊപ്പം താമസിക്കണം എന്നതാണ് ഒന്നാമത്തത്. ഒരു മുറിയെങ്കിലും അതിഥിക്കായിട്ട് മാറ്റി വയ്ക്കാൻ കഴിയണം. ആ മുറി എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് റൂമായിരിക്കണം, അതായത് ഒരു ബാത്റൂം വേണം. മുറിയുടെ സൈസായിട്ട് മിനിമം പറയുന്നത് 120 സ്ക്വയർ ഫീറ്റ് ആണ്. അതിൽ ബാത്റൂമിന്റെ സൈസ് പറയുന്നത് 20 സ്ക്വയർ ഫീറ്റ് ആണ്. ബാത്റൂമിൽ വെസ്റ്റേൺ ക്ലോസറ്റ് നിർബന്ധമാണ്. അതുപോലെ വളരെ ഹെറിറ്റേജ് ആയിട്ടുള്ള പൈതൃകമുള്ള ബിൽഡിംഗ് ആണെങ്കിൽ 100 സ്ക്വയർ ഫീറ്റ് മതിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ. പിന്നെ നമ്മുടെ എല്ലാ വീടുകളിലും ഉള്ളതുപോലെ നമുക്കൊരു ലിവിംഗ് റൂം ഉണ്ടായിരിക്കണം, കിച്ചൺ ഉണ്ടായിരിക്കണം, ഡൈനിങ് ഹാൾ ഉണ്ടായിരിക്കണം, മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടായിരിക്കണം, ഫ്രിഡ്ജ് ഉണ്ടായിരിക്കണം, മുറികളിൽ മതിയായ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം, കട്ടൻ ഉണ്ടായിരിക്കണം. അതിൽ ബെഡിന്റെ സൈസ് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാമൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല, നീണ്ടുപോകും. ബെഡിന്റെ സൈസ് പറയുന്നുണ്ട്, അതുപോലെ തിക്നെസ് പറയുന്നുണ്ട്,
പിന്നെ എന്താണ്, ബെഡ്റൂമിൽ വേറെ എന്തൊക്കെ ഉണ്ടായിരിക്കണം, അവിടെ വാർഡ്രോബ് വേണം, വാർഡ്രോബിനകത്ത് മിനിമം ഇത്ര ഹാങ്ങറുകൾ തൂക്കാനുള്ള സംവിധാനം വേണം, അല്ലെങ്കിൽ ടേബിൾ ലാമ്പ് ഉണ്ടായിരിക്കണം, കസേര ഉണ്ടായിരിക്കണം, പ്ലാസ്റ്റിക് ആകരുത്, ഇങ്ങനെയുള്ള കുറേ റിക്വയർമെന്റ്സ് നമുക്കതിൽ പറയുന്നുണ്ട്. ആ റിക്വയർമെന്റ്സ് ഒക്കെ നമ്മൾ ഫുൾഫിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കേരളം ടൂറിസം വകുപ്പിന്റെ ഈ ഹോം സ്റ്റേ ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിലേക്ക് അപേക്ഷ ഓൺലൈനായിട്ട് കൊടുക്കാം. അത് ഓൺലൈനായിട്ട് കൊടുക്കേണ്ട വിധം നമ്മുടെ കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റിലൂടെ നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും. ഞാൻ അതിന്റെ കൺസൾട്ടൻസിയാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ഹോം സ്റ്റേ സെറ്റപ്പ് ചെയ്യേണ്ടത്, ഒരു ഹോം സ്റ്റേ നമുക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്തെടുക്കാം, റിക്വയർമെന്റ്സ് അനുസരിച്ച് എങ്ങനെ ചെയ്യാം, അതിനെ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ ഉണ്ട്, നമുക്ക് എങ്ങനെയാണ് നമുക്ക് അതിനെ അപ്രൂവൽ നേടിയെടുക്കാൻ കഴിയുക, ആ അപ്രൂവൽ നേടിയെടുക്കാനുള്ള സഹായങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ കൺസൾട്ടൻസി, എൻ്റെ കൺസൾട്ട് ടൂറിസം എന്നുള്ള എൻ്റെ ഏജൻസി വഴി ചെയ്തു വരുന്നത്. അതെൻ്റെ ടൂറിസം വകുപ്പിലെ 30ഓളം വർഷത്തെ പരിചയത്തിൽ നിന്നും ഞാൻ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഞാനത് ഒരുപാട് പേർക്ക് ചെയ്തു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതാണ് ഈ കണ്ടീഷൻസ്, റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ ടൂറിസം വകുപ്പിൽ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിച്ചാൽ 3 കാറ്റഗറികളിൽ, സിൽവർ, ഗോൾഡ്, ഡയമണ്ട് എന്നീ കാറ്റഗറികളിലാണ് നമുക്ക് അംഗീകാരം കിട്ടുന്നത്. ഓരോ കാറ്റഗറിക്കും ഓരോ തരത്തിലുള്ള നിബന്ധനകളുണ്ട്. 8 തരം ഡോക്യുമെന്റുകൾ നമുക്ക് പ്രധാനമായിട്ടും വേണം. ഈ ഡോക്യുമെന്റാണ് നമുക്ക് പഞ്ചായത്തിൽ നിന്നും അതുപോലെ ഫുഡ് സേഫ്റ്റി FSSAയിൽ നിന്നും പോലീസിൽ നിന്നും ഒക്കെ ലഭ്യമാക്കേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ഡോക്യുമെന്റുകളാണ് 8 ഡോക്യുമെന്റുകൾ. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന റിക്വയർമെന്റ്സ് എല്ലാം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ 3750 രൂപയാണ് ടൂറിസം വകുപ്പിന് കൊടുക്കേണ്ട ഫീസ്. അത് ഓൺലൈനായിട്ട് അടച്ച് നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ പ്രോസസ്സൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഹോം സ്റ്റേക്ക് അംഗീകാരം നേടിയെടുക്കുന്നത്. ഇതിൽ ഡയമണ്ടാണ് ഏറ്റവും ഉയർന്ന കാറ്റഗറി എന്ന് പറയുന്നത്. ഡയമണ്ടിന് പ്രധാനമായിട്ടും ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആൾക്കാർക്ക്, ഭിന്നശേഷിക്കാരായ ആൾക്കാർക്കുള്ള റാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ബാക്കി പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സിൽവർ ആയതുകൊണ്ടോ ഗോൾഡ് ആയതുകൊണ്ടോ ഒന്നും ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല. ഗോൾഡ് തന്നെ മതിയാവും ഒരു വിധം, സിൽവർ ആയാലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതാണ് ഒരു ഹോം സ്റ്റേ എന്ന് പറയുന്നതും ഹോം സ്റ്റേയുടെ സംവിധാനം എന്ന് പറയുന്നതും അതിൻ്റെ അപ്രൂവൽ സിസ്റ്റം എന്ന് പറയുന്നതും. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെട്ടു എന്ന് വരുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം. ഞാൻ എൻ്റെ വെബ്സൈറ്റിൻ്റെ വിശദാംശങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് അഡ്രസ്സും അതുപോലെ അതിൽ നിന്ന് നമ്പരും ഒക്കെ ഇമെയിലും ഒക്കെ എടുക്കാവുന്നതാണ്. താങ്ക് യു.